ഹായ്, ഇന്നത്തെ ദിവസത്തിന് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞ വലിയ കാര്യമായ വിശേഷമൊന്നുമില്ല. അതെ, അപ്പൊ അന്ന് നമ്മൾ വീട് പണീന്റെ കാട്ടിട്ടുണ്ടായല്ലേ. അതെ. അപ്പൊ അത് ഇപ്പൊ എവിടെ വരെ എത്തിയില്ല, ഇതിന് അമ്മ കാണണോന്ന് പറഞ്ഞ്. അതെ. അപ്പൊ അമ്മനെ കൂട്ടിയിട്ട് വന്നിന്. അപ്പോൾ അമ്മ ഇന്നത്തെ മെയിൻ എഞ്ചിനീയർക്ക് എന്ത് പണി നടന്നുകൊണ്ടിട്ടുന്നില്ല ഇതിനെ കാണിച്ചിട്ട് പോകാന്ന് ചെറിയ വീഡിയോ ആക്കാനുള്ള ഉദ്ദേശത്തിലാക്കി വേണം. അതെ. അപ്പോൾ നമ്മൾക്ക് ഇപ്പം എന്ത് നടക്കുന്നുണ്ടെന്നില്ല ഇതിനെ കാണാം. നമ്മുടെ കിച്ചണെല്ലാം എങ്ങനെയുണ്ട് ഇപ്പത്തത് കാണാം. എഞ്ചിനീയർ വന്നിന്. അമ്മ എഞ്ചിനീയറാണ്. ഇങ്ങനെ കെട്ട് നോക്ക പറഞ്ഞിട്ട് നോക്കാൻ വന്നിട്ട് എത്തിന്. ഇതന്നെ ആയി ഗണേശ. ഇതന്നെ നമ്മളുടെ മെയിൻ പണ്ടാരി, വീട് കെട്ടുന്നതിൻ്റെ പണ്ടാരി. നമ്മളിതാ ഇപ്പോൾ അന്ന് നമ്മൾ കാട്ടിയല്ലേ, ഇതിവിടെ വരെ സ്ലാബ് ആയിട്ടുണ്ടായി. ഇതിൻ്റെ താഴെ പില്ലർ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കിച്ചണാക്കാൻ പിന്നെയും കോൺക്രീറ്റ് എല്ലാം ഇപ്പോൾ സെറ്റായ പിന്നെ പണി തുടങ്ങിന്. ഏകദേശം ഇപ്പോൾ ആൾമോസ്റ്റ് ഇതെല്ലാം ആയിന്. ഇനി മേലത്തെ ഒരു വാർപ്പ് കഴിഞ്ഞെങ്കിൽ നമ്മൾക്കിവിടെ കിച്ചണും കിട്ടിയാല് അമ്മക്ക് ഈ ചിരിയെല്ലാം ഉള്ളത്. അതെ. അപ്പോൾ അതെ, ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അമ്മനെ വെച്ചിട്ട് ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ആക്കാം. അതെപ്പാ മെയിൻ ഉദ്ദേശം ഇതേ. ഇവിടെ നോക്കി നമ്മളുടെ റൂം അവിടെ കാണണ്ടല്ലേ. ഇവിടുന്ന് അമ്മയ്ക്ക് വാഷ്റൂമിക്കെല്ലാം വരണമെങ്കിൽ ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ട് വരണം. ഇതേ ഉദ്ദേശത്തിൽ നമ്മളിപ്പോൾ മെനക്കെട്ടിട്ടാക്കിയോണ്ടില്ല. ആയത്ര വേഗം ഇതിന്റെ പണി തീരട്ടെപ്പാ. ദൈവം എത്തിച്ചിട്ട് തീരൂന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. മാതിരിയെ തീർന്ന് കിട്ടിയാ മതി. അതെ. അപ്പോൾ നമ്മളുടെ ഇപ്പത്തെ പുതിയ കിച്ചൺ കാണണ്ടേ അമ്മ? കാണണം. ഇത് നമ്മളുടെ ഇപ്പത്തെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്ന് പോയിന്. ഇതന്നെ ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ബെഡ്റൂമിന് തന്നെ കിച്ചൺ ആക്കിന്. അതെ, തല ഒടുപ്പിച്ചിട്ട് എല്ലാം ഇവിടെ തന്നെ എല്ലാം സുധാരിക്കാം. നമുക്ക് വീടെല്ലാം ആവണ വരെ പറഞ്ഞിട്ട് ഈന്റെ ഉള്ളിലേ കൊടന്ന് വെച്ചിട്ട് ഈട് തന്നെ ആക്കണ്. ബുദ്ധിമുട്ടല്ലേപ്പാ. ഇനി ഒരു വീട്ടിക്ക് വന്നാൽ ഞങ്ങൾക്ക് മക്കളുടെ പിടിക്കണോ കഷ്ടാവല്ലേ. അപ്പൊ ഈന്റെ ഉള്ളിനെ സുധാരിക്കുന്നുണ്ട്, ഒപ്പിച്ചോണ്ടുണ്ട്. അപ്പൊ ആയത്ര വേഗം ഇതിൻ്റെ പണിയെടുക്കാനില്ല എഫേർട്ട് എല്ലാവരും ഇട്ടുകൊണ്ടുണ്ട്. ഭയങ്കര കഷ്ടമായിക്കൊണ്ടുണ്ട്. അത് പറയാനാവില്ല. എന്താ പറയുക, കുടിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇവിടെ കാണണ്ടല്ലേ, ഒന്നുമില്ല. ആ കിച്ചണും ഇവിടെ ഈ കാലി സ്ഥലം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലാകണോ ബാത്റൂമെല്ലാം. ഇത് അമ്മ കിടന്നുകൊണ്ടുണ്ടായ റൂം. ഇതിപ്പോൾ ഒരു ചെറിയ ഗോഡൻ ആയിന്. പിന്നെ ശരി ആയിക്കോളപ്പ. നമ്മൾ കിടന്നുകൊണ്ടുണ്ടായ റൂം ഇവിടെ ഇപ്പോൾ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചിന്. ഇവിടെയും സ്ഥലം ഇല്ലാണ്ടായിന്. അതെ, അപ്പോൾ എങ്ങനെയുണ്ട്? സ്ഥലമില്ല, കുത്തി നിറച്ചങ്ങനെ ഉണ്ട്. അതെല്ലാം ശരിയാവും. നമ്മളുടെ വീടെല്ലാം ഒതുങ്ങി കിട്ടട്ടെ. അപ്പൊ ശരിയാവും. അതെ, നമ്മളുടെ പില്ലർ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. 6 പില്ലർ ഇട്ടിന്. 6 പില്ലറും കംപ്ലീറ്റ് ആയിന്. ഈ ഏരിയ വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇത് നമ്മളുടെ പഴയ കിച്ചണ്. ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിന്. അവിടെ മുകളിൽ എന്ത് കണ്ട് കമ്പി ആ ലെവൽ വരെ ഇതിൻ്റെ ബാർപ്പ് പണി നടക്കും. ഇതിവിടെ കാണണ്ടല്ലേ. ഇവിടുന്ന് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ആ പില്ലർ വരെ നടക്കും. അപ്പോൾ ഇതെന്ത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റെപ്പ് വരും. ഇങ്ങനെ പോയിട്ട് ആ ചാനലെല്ലാം എടുത്തിട്ട് അവിടേക്ക് ഇത് കെട്ടും. എന്ത് കെട്ടലമ്മ? എഞ്ചിനീയർ പറയണ്ടേ. ആ ചാനൽ എടുത്തിട്ട് ചാനലിൽ നമ്മളുടെ ഇഷ്ടിക വെച്ചിട്ട് അതിനെ ഫുൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കും. ആക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ എൽ ഷേപ്പിൽ ഒരു സ്റ്റെപ്പ് വരും. എന്നിട്ട് ഇവിടെ ബാർക്കുണ്ടല്ലേ, ബാർത്തിട്ട് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായെങ്കിൽ മുകളിലൊരു റൂം കെട്ടാനുള്ള പ്ലാൻ ഉണ്ട്. അത് അനിയത്തിൻ്റെ അവരെല്ലാം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഇപ്പം എന്ത് ഓപ്പണായിട്ട് കാണുന്നുണ്ട്. ഈ ഓപ്പണായിട്ട് കാണുന്ന ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇവിടെ വരെയും
വാർപ്പ് പണി നടക്കും. അതെ അപ്പോൾ ഏകദേശം ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ വീടെല്ലാം റോഡ് സൈഡിലതല്ലേ, ആപ്പാ റോഡ് വന്നിട്ട് നമ്മുടെ സ്ഥലം പോയാലും ഇവിടെ എല്ലാ സെറ്റപ്പ് കറക്റ്റായിട്ടാണ്. കറക്റ്റായിട്ടുണ്ടാവും. അതേ പോണെന്ന് പറഞ്ഞോണ്ടിണ്ടല്ലേപ്പാ. അപ്പൊ നമ്മൾ ഈ സ്ഥലം റെഡിയാക്കിയെങ്കിൽ അതെ കറക്റ്റാവും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷന് ഇങ്ങനെ ഉണ്ട് അല്ലമ്മ? അതെപ്പാ. നമുക്ക് ദൈവം സഹായിച്ചിട്ട് ദൈവത്തിന്റെ പുണ്യത്തിൽ നമുക്ക് ആയി കിട്ടട്ടെ. ഇത് വേഗമായി കിട്ടുമമ്മ. അതെപ്പാ. നമ്മൾ കുറെ ഇപ്പോൾ ബാത്റൂം അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടുണ്ടല്ലേ, അപ്പോൾ എത്ര പെട്ടെന്ന് തീർക്കാം. ആയി കിട്ടിയാൽ മതി. അതെ അതെ, അതന്നെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കണേ, വേഗമായി കിട്ടും. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടില്ല സമയത്ത് ധന്യയും പണി വിട്ടിട്ട് ഇറങ്ങിയിട്ട് വന്ന്, അതെ പിന്നെ കുറേ ദിവസമായല്ലേ ധന്യ നമ്മുടെ വീഡിയോയിലൊന്നും ഇല്ലാണ്ട്. അതെ അപ്പോൾ അതന്നെ ഇപ്പോൾ വീട് പണിയിൽ ശരിക്കും പണി കിട്ടിക്കൊണ്ടിരുന്നത് ധന്യക്ക് തന്നെ. ധന്യക്ക് കിച്ചണെല്ലാം ഇങ്ങോട്ട് മാറ്റിയ പിന്നെ ഉപ്പ് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് അറിയില്ല, എനക്കും അറിയില്ല. അതെപ്പാ. അപ്പോൾ ആയത്ര വേഗം നമ്മളുടെ വീട് പണി തീരട്ടെ അല്ലേ? അതെപ്പാ തീരും. അപ്പോൾ അമ്മേനെ കൂട്ടിയിട്ട് വന്നിട്ട് ഇപ്പം എന്ത് നടന്നുകൊണ്ടിരുന്നുണ്ട് എന്നില്ല കാട്ടിക്കൊടുത്ത്. അതെപ്പാ. അപ്പം അമ്മക്ക് നമ്മളുടെ ഇപ്പോഴത്തെ കിച്ചണെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമായി. പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ എല്ലാ സാധനം കൊടുന്നിട്ട് ഏതേത് രീതിയിൽ ഒതുക്കി വെക്കണോ ആ രീതിയിലല്ല വെച്ചിട്ട് സുധാരിക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മോനെ വിചാരിക്കുമ്പോൾ ബേജാറൊന്നും ആക്കാനില്ല. എന്താ പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് അച്ഛന് ആ മാതിരിയെല്ലാം കെട്ടിയത്, പിന്നെ അത് ഒന്നിനും കൊള്ളാത്ത അങ്ങനെ എന്താ പറഞ്ഞെങ്കിൽ അതെ നമ്മള് പണ്ട് ഇതിന്റെ കൈ ഭയങ്കര കഷ്ടത്തിൽ ജീവിച്ചു. ആ സമയത്ത് വീട്ടിൽ തേപ്പ് കൂടി ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കല്യാണവും കവിതൻ്റെ കല്യാണവും ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസിൽ നടക്കും മുന്നേ ഈ വീട് പണിയെല്ലാം ഫുള്ള് ക്ലിയർ ആയത്. അതെ, ഒരു കറണ്ട് ഇല്ല, ഒരു തേപ്പില്ല, ഒരു ഗാര ഇട്ടിട്ടില്ല. ഈ മക്കളെല്ലാം ചെറുതായിട്ട് ഇരിക്കുമ്പോ കൊതിച്ചിന് കറണ്ട് ഉള്ളവരുടെ വീട്. അപ്പൊ നമ്മളെ ചെറിയ കുട്ടികളായിരുന്നു, 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടായി ഭയങ്കര ബുദ്ധിമുട്ട്. അതെ. പിന്നെ അപ്പോൾ ആ സമയത്ത് ഈ കല്യാണത്തിന്റെ തിരക്കിലെല്ലാം വീട് പണിയെല്ലാം എടുക്കുമ്പോൾ ഈ ബാത്റൂം പിന്നെ ആക്കിക്കൊള്ളാ പറഞ്ഞിട്ട് പെൻഡിങ് വെച്ച് പിന്നെ പറയല് പിന്നെ ആയിട്ട് കുറേ വർഷങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായി പറഞ്ഞെങ്കിൽ നമ്മളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് തൊട്ടടുത്തൊരു ഹോട്ടൽ പൊന്തി. അത് നമ്മളുടെ വീട്ടിന്റെ കൈ ഹൈറ്റിലായി. അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു റിസോർട്ട് വന്നു. അപ്പൊ നമ്മളുടെ ബാത്റൂം കാണാനും പാങ്ങുണ്ടായിട്ടില്ല, പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലവർക്കെല്ലാം കാണുന്ന പോലെ ഉണ്ടായി. അപ്പോൾ എന്തായെങ്കിലും സാറല്ല ഇനി ബാത്റൂം താഴെ വേണ്ട, ലേസം മുകളിലേ ഇരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ താഴെ പില്ലർ കൊടുത്തിട്ട് മേലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്. ഇനി ലേസം ദിവസം കഴിഞ്ഞാൽ അതിന്റെ പണിയെല്ലാം തീർന്നു എല്ലാം നല്ല സെറ്റപ്പ് ആവും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് മോന്റെ വിചാരിക്കുമ്പോ ഭയങ്കര വ്യസനാവുന്നു. അവൻ അങ്ങ് മൈസൂർക്കും പോകണു, ഇങ്ങോട്ടും വന്നിട്ട് നോക്കണു, പൈസയും ഉണ്ടാക്കണു. അതെല്ലാം ഉണ്ടാക്കണല്ലേ, ഉണ്ടാക്കിട്ട് നമ്മളുടെ വീട് ഇപ്പൊ ശരിയാക്കണം പറഞ്ഞ് നമ്മൾ തന്നെയല്ലേ കഷ്ടപ്പെടണം, വേറെ ആരും വരില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ, ചെറിയ വീഡിയോ. എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ അന്നത്തേതൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടെന്നില്ല കാട്ടീന് അടുത്തതായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതേ വീട്ടിൻ്റെ കാട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.